കയ്യൂക്കിൻ്റെ രാഷ്ട്രീയം തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അത്തരം വാർത്തകളാണല്ലോ കേരളം കേട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ നമ്മൾ ആ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത്. നോക്കൂ, ഇപ്പോൾ കൊയിലാണ്ടി ഗുരുദേവ കോളേജിൽ സംഭവിച്ച കാര്യമാണെങ്കിലും കാര്യവട്ടം ക്യാമ്പസിൽ സംഭവിച്ച കാര്യമാണെങ്കിലും അങ്ങേയറ്റം അപലപനീയമാണ് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കവുമില്ല. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ഇടതുപക്ഷത്തിന് അതിശക്തമായ തിരിച്ചടിയാണുണ്ടായത്. അതുമായി ബന്ധപ്പെട്ട ആ പാർട്ടി വളരെ വിശദമായ വിലയിരുത്തലുകൾ നടത്തിയിട്ടുണ്ട്. ആ വിലയിരുത്തലുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ട് പാർട്ടി കാണുന്നത്, ഒന്ന്, വയനാട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥൻ്റെ മരണം. അത് വളരെ നെഗറ്റീവായൊരു ഇമ്പാക്റ്റ് ആളുകൾക്കിടയിൽ ഉണ്ടാക്കി എന്ന കാര്യത്തിൽ ആ പാർട്ടിക്ക് തന്നെ സംശയമില്ല. രണ്ട്, DYFIയുടെ നേതൃത്വത്തിൽ നടന്ന ജീവൻ രക്ഷാപ്രവർത്തനം, മാതൃകാപരമായ ജീവൻ രക്ഷാപ്രവർത്തനം. അതാണല്ലോ പിണറായി വിജയൻ പറഞ്ഞത്. കേരളം എന്താണ് കണ്ടത് അന്ന് നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് കല്യാശ്ശേരിയിൽ? ഈ പറയുന്ന പ്രതിഷേധിക്കാൻ അവിടെ വന്നത് വിദ്യാർത്ഥികളാണ് കേട്ടോ. ആ വിദ്യാർത്ഥികളെ പൂച്ചട്ടി കൊണ്ട് തലയ്ക്കടിക്കുന്ന അതിക്രൂരമായ ദൃശ്യങ്ങൾക്കാണ് കേരളം സാക്ഷ്യം വഹിച്ചത്. പിന്നെ അവിടെ മുതൽ, അതായത് കണ്ണൂർ മുതൽ പിന്നെ ഇങ്ങോട്ട് തിരുവനന്തപുരത്ത് നവകേരള സദസ്സിൻ്റെ ജാഥ അവസാനിക്കുന്നത് വരെ ഈ ജാഥയുടെ സുരക്ഷാ ചുമതല ഏറ്റെടുത്തിരുന്നത് ആരാണ്? DYFI എന്ന് പറയുന്ന സംഘടനയായിരുന്നു. അവർ ബൈക്കുകളിൽ ഇങ്ങനെ പിന്നാലെ സഞ്ചരിക്കുകയായിരുന്നു. എന്നിട്ട് എല്ലായിടത്തും കരിങ്കൊടി കാണിക്കുന്നവരെ അവരാണ് എന്താ പറയുക, ക്രമസമാധാന പാലനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തുകൊണ്ട് ശിക്ഷിച്ചുകൊണ്ടിരുന്നത്. ഇതിനിടയ്ക്ക് ഈ പറയുന്ന ഗൺമാന്മാരും ഒക്കെ ഇറങ്ങിയിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളും കണ്ടു. ഈ വയലൻസ് എന്ന് പറയുന്നത് ഒരു സമൂഹവും അംഗീകരിക്കുന്ന ഒരു കാര്യമല്ല. ഇന്നിപ്പോൾ ഒട്ടേറെ ദൃശ്യമാധ്യമങ്ങൾ, നമ്മളെപ്പോഴും പറയുന്നത് പോലെ, ഒരു മനുഷ്യൻ തന്നെ ഒരു ചാനലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ഈ പറയുന്ന ദൃശ്യങ്ങൾ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഈ ഗുരുദേവ കോളേജിലെ വിദ്യാർത്ഥികളുടെ പ്രസംഗം എന്താണ്? ആ പ്രസംഗത്തിലുള്ള വെല്ലുവിളി എന്താണ്? ഒരു വിദ്യാർത്ഥി പ്രസംഗിക്കുന്നത് കേട്ടത് SFIക്കാരി 2 അധ്യാപകരെ മർദ്ദിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ വന്ന പോലീസൊന്നും പോരാ, 2 ആംബുലൻസ് കൂടി കൊണ്ടുവരേണ്ടി വരുമായിരുന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനം എടുക്കാത്തതുകൊണ്ടാണ് അവരുടെ ജീവൻ നിലനിൽക്കുന്നതാണ് ഒരു വിദ്യാർത്ഥി പ്രസംഗിച്ചത്. നമ്മൾ ആ കണ്ട ദൃശ്യങ്ങൾ എന്താണ്? ഒരു അധ്യാപകനെ മർദ്ദിക്കുന്നതാണ്. അതിൻ്റെ സാഹചര്യം എന്തുമായിക്കൊള്ളട്ടെ, നിങ്ങൾ എന്ത് തരത്തിലുള്ളൊരു പ്രതിച്ഛായ നിർമ്മാണമാണ് ഈ സമൂഹത്തിനകത്ത് നടത്തിക്കൊണ്ടിരിക്കുന്നത്? ഒരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ. ഇപ്പോൾ സിദ്ധാർത്ഥൻ്റെ കൊലപാതകം എന്ന് പറയുന്നത് ഏത് വീട്ടിലാണ് അരുണേ ഒരു വിദ്യാർത്ഥിയെങ്കിലും ഇല്ലാത്ത കേരളത്തിലൊരു വീടുണ്ടോ? ആ വീട്ടിൽ നിന്ന് ആ വിദ്യാർത്ഥിയെ കോളേജിലേക്ക് അയക്കുമ്പോൾ എന്ത് മനസമാധാനത്തോടുകൂടിയാണ് അച്ഛനും അമ്മയും ഇന്ന് വീടുകളിലിരിക്കേണ്ടത്? നമ്മളിപ്പോൾ കേൾക്കുന്ന വാർത്തകൾ എന്താ? ഇടിമുറി എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ഞെട്ടുമൊന്നുമല്ല. ഇപ്പോൾ ജിഷ്ണു പ്രണോയുടെ കേസിൽ നമ്മൾ ഇടിമുറി എന്ന് കേട്ടിട്ടുണ്ട്. അത് മാനേജ്മെൻറ്റ് ഇടിമുറിയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ വിദ്യാർത്ഥി സംഘടനകളിൽ ഇപ്പോൾ SFI കുറച്ച് മോശം, KSU കുറച്ച് നല്ലത്, അങ്ങനെയൊന്നുമില്ല കേട്ടോ. ഈ പറയുന്ന വിദ്യാർത്ഥി സംഘടനകൾ കലാലയ അന്തരീക്ഷത്തിൽ നല്ല മെച്ചപ്പെട്ട രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളൊരു സമൂഹമാണ് കേരളത്തിൻ്റെ. കേരളത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ ഘടനയിൽ വിദ്യാർത്ഥി സംഘടനകൾ നൽകിയിട്ടുള്ള സംഭാവനകളെ ഒട്ടും തന്നെ കുറച്ച് കാണാൻ കഴിയില്ല. ഇന്ന് കേരളത്തിലെ ഓരോ വിദ്യാർത്ഥിയും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സൗകര്യങ്ങൾക്കും സൗജന്യങ്ങൾക്കും വേണ്ടി നിരന്തരമായി റോഡിലിറങ്ങി സമരം ചെയ്തിട്ടുള്ള സംഘടനകളാണ് കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ. ആ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിലൂടെ ഉയർന്നു വന്നിട്ടുള്ള നേതാക്കളാണ് പിന്നീട് രാജ്യത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും നേതാക്കളായിട്ട് മാറിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് വിദ്യാർത്ഥി സംഘടനയുടെ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല. അതുവഴി കേരളത്തിലെ വിദ്യാർത്ഥി സമൂഹങ്ങൾക്കും പിന്നീട് ഈ പൊതുസമൂഹത്തിനും ഉണ്ടായിട്ടുള്ള നേട്ടവും ചെറുതല്ല. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, ഇന്നിപ്പോൾ SFIയുടെ നിയന്ത്രണത്തിലാണോ കേരളത്തിലെ ക്യാമ്പസുകൾ? അതാണ് നമുക്ക് ആദ്യം അന്വേഷിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇന്നിപ്പോൾ ഈ പറയുന്ന കഴിഞ്ഞ ദിവസം ഈ ഗുരുദേവ കോളേജിൽ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുന്നത് SFI ആണ്. ആരാണ് അവർക്ക് ആ ഉത്തരവാദിത്വം നൽകിയിരിക്കുന്നത്? ഇനിയിപ്പോൾ ഒരു ഹെൽപ്പ് ഡെസ്ക് ഉണ്ടാക്കുന്നു എന്ന് തന്നെ വിചാരിക്കുക. ആ ഹെൽപ്പ് ഡെസ്കിൻ്റെ യഥാർത്ഥ ഉദ്ദേശം വിദ്യാർത്ഥികളെ സഹായിക്കുകയാണ് എന്ന് വരുന്ന പക്ഷം അവിടെ ആരും അതിനെ എതിർക്കാൻ പോകുന്നില്ല. ഇവിടെ എന്താ സംഭവിച്ചത്? ആ വരുന്ന വിദ്യാർത്ഥികളിൽ നിന്ന് അവരുടെ വീട്ടഡ്രസ്സ് അടക്കം അവരുടെ ഫോൺ നമ്പർ അടക്കമുള്ള കാര്യങ്ങൾ വാങ്ങിച്ചുകൊണ്ട് അവരെ ഈ SFIയിലേക്ക് റിക്രൂട്ട് ചെയ്യുന്നൊരു പ്രക്രിയ അവിടെ നടത്താൻ പോകുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അതിനൊരു എതിർപ്പുണ്ടായിട്ടുള്ളത്. ആ എതിർപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് അവിടെ പിന്നീട് സംഘർഷം ഉണ്ടാകുന്നത്. ഇനി സംഘർഷം ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിദ്യാർത്ഥികളായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം, മറുവശത്ത് നിൽക്കുന്ന അധ്യാപകരായിരിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. നമ്മൾ ഈ പുറത്തേക്ക് കാണുന്ന CCTV ദൃശ്യങ്ങൾ എന്താണ്? ചാടിക്കയറി പ്രിൻസിപ്പളിനെ ആക്രമിക്കുന്നതാണ്. നോക്കൂ, ഒരു പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ ആരും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ അധ്യാപകനെ നിങ്ങൾ ഏത് സാഹചര്യത്തിൽ ആക്രമിച്ചു എന്ന് പറഞ്ഞാലും അത് പൊതുസമൂഹം ഉൾക്കൊള്ളുന്ന പ്രശ്നമില്ല. നിങ്ങളുടെ അച്ഛനെ ആക്രമിച്ചു എന്ന് പറഞ്ഞാൽ ഒരു പൊതുസമൂഹം ഉൾക്കൊള്ളുമോ? അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയെ അടിച്ചു എന്ന് പറഞ്ഞാൽ നമ്മൾ ആരെങ്കിലും ഉൾക്കൊള്ളുമോ? അതേപോലെ തന്നെയാണ് അധ്യാപകൻ എന്ന് പറയുന്നത്. ആ അധ്യാപകൻ അവിടെ ഒരു നികൃഷ്ടജീവിയാണ് എന്ന് തന്നെ വിചാരിക്കുക. ആ നികൃഷ്ടജീവിയാണെങ്കിൽ കൂടിയും ഈ പറയുന്ന നമ്മുടെ സമൂഹം, സമൂഹം ഇതെല്ലാം നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. സമൂഹം ഒരിക്കലും ഉൾക്കൊള്ളാത്തൊരു കാര്യമാണ് ഒരു അധ്യാപകനെ മർദ്ദിച്ചു, ആ അധ്യാപകനെ മർദ്ദിച്ച് അവശനാക്കി എന്നൊക്കെ പറയുന്നത്
പറയുന്ന കാര്യങ്ങൾ ആരും ഉൾക്കൊള്ളുന്ന പ്രശ്നമില്ല. എന്ന് മാത്രവുമല്ല, ഇതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കുന്നത് എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും SFIയുടെ നേതാക്കൾ വന്നിരുന്നിട്ട് ഇപ്പോഴും വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ്? അങ്ങേയറ്റം ധാർഷ്ട്യത്തോടുകൂടിയാണ്. ഞങ്ങൾ ഇനി വേണമെങ്കിൽ ഇനിയും അത് ചെയ്യുമെന്നുള്ള മട്ടിലാണ് കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വയലൻസിനെ വന്നിരുന്ന് ന്യായീകരിക്കുന്നതിൽ പോലും അങ്ങനെ ഹിംസാത്മകമായൊരു പ്രവർത്തനത്തിൽ ഏർപ്പെടുക, അക്രമത്തിൽ ഏർപ്പെടുക, എന്നിട്ട് അതിനെ ഇരുന്ന് ന്യായീകരിക്കുക, ഒരു ലജ്ജയുമില്ലാതെ ന്യായീകരിക്കുക. ഇവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ഏത് തരത്തിലുള്ളൊരു പ്രതിച്ഛായ നിർമ്മാണമാണ് കേരളത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് സ്വയം ബോധ്യം ആകാത്ത പക്ഷം നിങ്ങളെ ജനങ്ങൾ പുറത്താക്കുമെന്നുള്ളതാണ്. ആ പുറത്താക്കലിൻ്റെ ഒരു ഉദാഹരണം ഇപ്പോൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഈ പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ധാർഷ്ട്യമൊക്കെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ നിരന്തരം. മുഖ്യമന്ത്രിയുടെ ധാർഷ്ട്യം, പാർട്ടി നേതാക്കളുടെ ധാർഷ്ട്യം, അതിങ്ങനെ താഴത്തേക്ക് വന്നിട്ട് ബ്രാഞ്ച് സെക്രട്ടറിയുടെ ധാർഷ്ട്യം, ലോക്കൽ സെക്രട്ടറിയുടെ ധാർഷ്ട്യം, SFIയുടെ ധാർഷ്ട്യം, DYFIയുടെ ധാർഷ്ട്യം, ഇങ്ങനെ ഒരു അന്തരീക്ഷം കേരളത്തിൽ ഉണ്ടായിരിക്കുന്നു. ഇതൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭൂഷണമാണോ? അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന വിദ്യാർത്ഥി, യുവജന, ബഹുജന സംഘടനകൾക്ക് ഭൂഷണമാണോ? നിങ്ങൾ സമൂഹത്തിൽ അന്യവൽക്കരിക്കപ്പെട്ടു പോകും വളരെ വേഗത്തിൽ. അതുകൊണ്ട് ഇത് വളരെ പ്രാഥമികമായൊരു നിരീക്ഷണമായിട്ട് തോന്നാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ദൃശ്യമാധ്യമങ്ങളടക്കം വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥലത്ത്, ഒരു സമൂഹത്തിനകത്ത് ഈ വെല്ലുവിളി പ്രസംഗം, ഈ ആക്രോശങ്ങൾ, ഈ അക്രമങ്ങൾ, ഇതെല്ലാം ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ വലുതാണ്. അത് അങ്ങേയറ്റം നെഗറ്റീവായ ഇമ്പാക്റ്റ് ആയിരിക്കും. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ നിന്നും ആ ഞെട്ടിക്കുന്ന വാർത്തയിൽ നിന്ന് കേരളം മോചിക്കപ്പെട്ടിട്ടില്ല. അങ്ങനെ ഒരു സമയത്താണ് SFI വീണ്ടും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നവുമായിട്ട് രംഗത്തേക്ക് വരുന്നത്. അത് എന്താ പറയുക, വളരെ ഖേദകരമാണ്. SFI പോലെ ഒരു സംഘടന, DYFI പോലൊരു സംഘടന സമൂഹത്തിൽ പ്രവർത്തിക്കുമ്പോൾ പാലിക്കേണ്ട സുജനമര്യാദകളുണ്ട്, പെരുമാറ്റ മര്യാദകളുണ്ട്. അത് SFIക്കും DYFIക്കും മാത്രം ബാധകമായൊരു കാര്യമല്ല, എല്ലാ ബഹുജന പ്രസ്ഥാനങ്ങൾക്കും ബാധകമായൊരു കാര്യമാണ്. ആ മര്യാദകളെല്ലാം ലംഘിച്ചുകൊണ്ട് അധികാരത്തിൻ്റെ ഒരു ധാർഷ്ട്യത്തിലേക്ക്, ആ ധാർഷ്ട്യത്തിൻ്റെ പ്രകടനത്തിലേക്ക് പോകുമ്പോൾ നിങ്ങളറിയാതെ നിങ്ങളെ നിരന്തരം പുറത്താക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരു പൊതുസമൂഹം എന്നുള്ള തിരിച്ചറിവുണ്ടാകാത്ത പക്ഷം നിങ്ങളുടെ എക്സിസ്റ്റൻസ് അങ്ങേയറ്റം അപകടത്തിലാണെന്നാണ് എൻ്റെ ആദ്യത്തെ ടേക്ക്. Meet the editors.